പോരാട്ടങ്ങളും പ്രക്ഷോഭ പരിപാടികളും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വഴിയിലൂടെയുള്ള സമരങ്ങൾ നടത്തി ഒരുപാട് ആനുകൂല്യ നിഷേധങ്ങൾക്കെതിരെ പോരാടുന്ന ഒരു സംഘടനയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ അധ്യാപകരോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഒരുപാട് സമരങ്ങൾ നടത്തി പോരാട്ടങ്ങൾ നടത്തി വിജയം കൈവരിച്ച ഒരു പ്രസ്ഥാനം കൂടിയാണ് KPST. ഈ പ്രസ്ഥാനത്തിൻ്റെ കോഴിക്കോട് റവന്യൂ ജില്ലാ സമ്മേളനം 2025 ജനുവരി 24, 25, 26 തീയതികളിലായി പേരാമ്പ്ര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഡോക്ടർ KP അടിയോടിയുടെ നാമധേയത്തിലുള്ള സമ്മേളന ഹാളിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായി ആദ്യത്തെ പരിപാടി 24-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് പതാക ഉയർത്തലാണ്. അത് കഴിഞ്ഞ് 4:30 മുതൽ പഴയ കൗൺസിൽ യോഗവും കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന പരിപാടികളുടെ അവലോകനവും വരവ് ചെലവ് കണക്കും റിപ്പോർട്ട് അവതരണം. അത് കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെയാണ് പൊതുസമ്മേളനം ആരംഭിക്കുന്നത്. കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് രാവിലെ 10 മണിക്ക് കൊടകരയുടെ ബഹുമാനപ്പെട്ട MP സമ്മേളനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തു. ഈ യോഗത്തിൽ KPSTയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K. അബ്ദുൽ മജീദ്, അതുപോലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PK അലി, അതേപോലെ തന്നെ DCCയുടെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, അതുപോലെ തന്നെ പ്രാദേശിക സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അത് കഴിഞ്ഞ് കൃത്യം 11:30 പേരാമ്പ്ര പട്ടണത്തിലൂടെ 2000-ഓളം അധ്യാപകർ പങ്കെടുക്കുന്ന പ്രകടനം കൂടി സംഘടിപ്പിച്ചു. ഈ വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പാലക്കാട് വിക്ടോറിയ കോളേജിലെ അഡ്വക്കേറ്റ് ഗൗജ വിജയകുമാറാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ഒട്ടനവധി വനിതാ സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു. അതുപോലെ തന്നെ സാംസ്കാരിക സമ്മേളനത്തിൽ KPCC ഉദ്ഘാടനം ചെയ്യുന്നത് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK അരവിന്ദ് മാഷ. പിന്നീട് സമ്മേളനം അന്ന് വൈകുന്നേരത്തോടുകൂടി സമാപിച്ചിട്ട് പിറ്റേ ദിവസം 3-ാം ദിവസം രാവിലെ പേരാമ്പ്ര തണൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. രാവിലെ പുതിയ കൗൺസിൽ യോഗവും അതുപോലെ തന്നെ യാത്രയൊക്കെ പരിപാടിയാണ്. സംഘടനയുടെ നേതൃസ്ഥാനത്ത് വിരമിച്ച 9-ഓളം അധ്യാപകർക്ക് നൽകുന്ന യാത്രയൊക്കെ പരിപാടിയും അതുപോലെ തന്നെ അതിനുശേഷം തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് പോകാൻ സംഘടനയുടെ പുതിയ വർഷത്തെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ്. അതോടുകൂടി സംഘടനയുടെ ഈ വർഷത്തെ സമ്മേളന പരിപാടികൾ അവസാനിക്കും. കാര്യങ്ങളൊന്നും പറയാനില്ല. സുരേഷ് മാഷ് പറഞ്ഞു. കേരളത്തിലെ അധ്യാപകരുടെ ഒരു ആവേശവും അതേപോലെ തന്നെ അധ്യാപക സമൂഹവും പൊതുസമൂഹവും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സംഘടനയാണ് KPST. ഇതിൻ്റെ ജില്ലാ സമ്മേളനമാണ് പേരാമ്പ്രയിൽ നടക്കുന്നത്. നമുക്കറിയാം, ഞങ്ങൾ ഇന്നലെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്ക് നടത്തിയതിൻ്റെ ഒരു ആവേശത്തിൻ്റെ ഇടയ്ക്കൂടിയാണ് ഈ സമ്മേളനം നടന്നു പോകുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലെ അധ്യാപകരോടും സർക്കാർ ജീവനക്കാരോടും കാണിക്കുന്ന